ക്രിസ്തീയ മാർഗം കൈയൊഴിഞ്ഞ് എറണാകുളത്ത് കാര്യങ്ങൾ ഈ വിധം കൈവിട്ടു പോകുന്നത് തീക്കളിയാണെന്ന് മുന്നറിയിപ്പ് നൽകി KCBC മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട്. എറണാകുളത്തെ വിമത വൈദികരും സംഘവും സഭയുടെ ഭരണകേന്ദ്രങ്ങളിലും പള്ളികളിലും ഇതര സ്ഥാപനങ്ങളിലും അതിക്രമം കാട്ടുമ്പോൾ ആർക്കും ജീവനാശവും ആത്മനാശവും സംഭവിക്കാതിരിക്കാൻ നിയമത്തിന്റെ വഴി തുറന്നു കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ആവശ്യപ്പെടുന്നു. നിയമപരമായ നടപടികൾ ഒഴിവാക്കി ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കേരള സഭയിൽ പ്രാദേശികമായ ചില പ്രതിസന്ധികൾ നാടിന്റെ മുഴുവൻ സമാധാനം കെടുത്താൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇതിനോടകം തന്നെ അക്രമവും അതിക്രമങ്ങളും വിലയും നിലയും മറന്നുള്ള പെരുമാറ്റ രീതികളും സഭ്യമായ എല്ലാ പരിധിയും ലംഘിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വൈദികരുടെ പ്രേരണയിൽ വിശ്വാസികൾ ചേരിതിരിഞ്ഞ് കായികമായി ഏറ്റുമുട്ടുന്നതിലേക്ക് എത്തി നിൽക്കുന്നു. വള്ളിക്കാട്ടച്ചൻ തുടരുന്നു. കാര്യങ്ങൾ ഈ വിധം കൈവിട്ടു പോകുന്നത് തീക്കളിയാണ്. സഭയുടെ ശാസനാധികാരം കൊണ്ട് ഇനി ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് തികച്ചും അവിവേകമായിരിക്കും. സഭയുടെ പള്ളികളിലും ഭരണകേന്ദ്രങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും അതിക്രമം കാട്ടുന്നവർക്കെതിരെ നിയമ നടപടി വേണം. അവർ മെത്രാന്മാരായാലും വൈദികരായാലും സാധാരണ വിശ്വാസിയായാലും അവിശ്വാസികളായാലും അതിനാണ് നിയമവും ഭരണകൂടവും ഉള്ളത്. സഭയ്ക്കുള്ളിലെ അനുസരണക്കേടിനും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സഭാ നിയമപ്രകാരമുള്ള ശിക്ഷണ നടപടികൾ കൃത്യമായി നടപ്പാക്കണം. അതിനു വെളിയിലുള്ള കാര്യങ്ങൾ ഭരണകൂടവും നിയമവ്യവസ്ഥയുമാണ് കൈകാര്യം ചെയ്യേണ്ടത്. അക്രമം കാട്ടുകയും അതിന് പ്രേരണ നൽകുകയും ചെയ്യുന്ന അജപാലകരെ വൈദികർക്കടുത്ത ചുമതലകളിൽ നിന്നും ഒഴിവാക്കുകയും നിയമപാലകരുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ആക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. പലരും പലതരം കൈവിട്ട കളികളും പുറത്തെടുക്കാനും സഭയെ പ്രതിക്കൂട്ടിൽ നിർത്താനുമുള്ള കളമൊരുക്കുമെന്നതിനാൽ മുൻകരുതൽ നടപടികൾ എടുക്കാതിരിക്കുന്നത് ആപൽക്കരം മാത്രമല്ല ആത്മഹത്യാപരവും ആയിരിക്കും. പ്രസംഗത്തിന്റെയും അനുനയത്തിന്റെയും ഉപദേശത്തിന്റെയും മാർഗം വഴിതെറ്റിയ വൈദികരുടെ അടുത്ത് വിലപ്പോകുമെന്ന് കരുതുന്നത് മൗഢ്യമാണെന്ന് ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം. സഭയിൽ ഭിന്നത വിതച്ച് വളർത്തിയവരെല്ലാം വൈദികരായിരുന്നു. അവരിൽ മെത്രാന്മാർ പോലും ഉണ്ടായിരുന്നു. അവരെ അനുഗമിച്ചവർ പാഷണ്ഡതയിലും ഭിന്നതയിലും ഛിന്നഭിന്നമായി എന്നതാണ് വസ്തുത. സ്വയം തിരുത്താനും സഭയുടെ മാർഗത്തിൽ മുന്നോട്ടു പോകാനും കഴിയാത്ത വിധം കേരള സഭയിൽ ഒരുപറ്റം വൈദികർ തീരുമാനമെടുത്ത് ക്രിസ്തീയ മാർഗം കൈയൊഴിഞ്ഞു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ബസിലിക്കയ്ക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടൽ. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ആർക്കും ജീവനാശവും ആത്മനാശവും സംഭവിക്കാതിരിക്കാൻ നിയമത്തിന്റെ വഴിയിൽ നടക്കാൻ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക. ആരും നശിച്ചു പോകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഓർമ്മിപ്പിക്കുന്നു.